എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ബബിത താഴേക്ക് ഇറങ്ങി വന്നിട്ട് അച്ഛൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ കമൽ ചോദിക്കുന്നുണ്ട് അവൾ അവിടെ ഇല്ലേന്ന്. അവൾ അവിടെ ഉണ്ടെന്ന് പറയും. എന്നെ എടുക്കാൻ നോക്കിയപ്പോൾ പുറത്ത് നിൽക്കുകയാണെന്ന് പറയട്ടെ. അവളെ അവിടെ കാവൽ നിർത്തിയതായിരിക്കുമെന്ന് കമൽ അപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ശിവൻ ചോദിക്കുകയാണ്, ബാലേന്ദ്രൻ എവിടേക്കെങ്കിലും പോകാൻ റെഡി ആയിട്ട് വരികയാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കണ്ടുകൊണ്ട് ചോദിച്ചാന്ന് പറയുമ്പോൾ വന്നിരിക്കുന്ന അതിഥികൾ ബഹുമാനീയരാണെങ്കിൽ അവരെ ഒന്ന് മാനിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ കവലച്ചട്ടമ്പികളെ പോലെ കൈലി മുണ്ടെടുത്ത് വന്നാൽ മതി, ഞാൻ അങ്ങനെയും വരാൻ തയ്യാറാണെന്ന് പറയട്ടോ. അപ്പോൾ ശിവൻ പറയുകയാണ്, ഞങ്ങളൊരു പ്രശ്നത്തിനും നിന്നോട് അടിക്കാനും വഴക്കുണ്ടാക്കാനും ഒന്നും വന്നതല്ല. ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയാം. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് രാജീവ് എന്തൊക്കെയോ ചെയ്ത് പരാജയപ്പെട്ടു. ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്നാണ് എൻ്റെ ചോദ്യം എന്ന് പറയും. ആ സമയത്ത് ബാലേന്ദ്രനാണെങ്കിലും ശിവനോട് പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിലും ശിവേട്ട ഇവിടെ ഇപ്പം എന്താ പ്രശ്നം, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് പരിഹരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയൂ കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം എന്താ പ്രശ്നം ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. അത് രാജീവനെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു, നീ എന്താ പൊട്ടം കളിക്കുകയാണോ, നീ ആരെ വിഡ്ഢിയാക്കുന്നത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ മുഖത്ത് നോക്കിനെ പറയുന്നുണ്ടായിരുന്നു, നിന്റെ ഏട്ടനെ കൈതക്കൽ മാളിക വീട്ടിലെ എല്ലാവരെയും ഞാൻ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോഴേക്കും രാജുവിന് അങ്ങ് ദേഷ്യം വരും കേട്ടോ. കൈ ചൂണ്ടിക്ക് സംസാരിക്കാനായിട്ട് തുടങ്ങും. അപ്പോഴേക്കും ശിവൻ വന്ന് പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മളൊരു പ്രശ്നത്തിന് വന്നതല്ല, അടിക്കും വഴക്കിനും വേണ്ടി വന്നതല്ല, കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാൻ വന്നതല്ലേ എന്ന് പറഞ്ഞ് രാജീവിനെ അങ്ങ് പിടിച്ച് മാറ്റുന്നുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നെ ശിവനാണ് കേട്ടോ ബാലേന്ദ്രനോട് സംസാരിക്കുന്നത്. എന്താ ബാലേന്ദ്ര ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ ശിവനോട് പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ തവണ ശിവേട്ടൻ ഇവിടെ വന്നിട്ട് പോകുന്ന സമയത്ത് ഇവിടെ എങ്ങനെയാണോ ആ വീടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഈ വീട് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് പറയും. അപ്പം അങ്ങനെയല്ലല്ലോ ബാലേന്ദ്ര, നീ അലീനയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ സ്ഥാനങ്ങളും മകളായിട്ടുള്ള സ്ഥാനമൊക്കെ കൊടുത്തു എന്ന് അറിഞ്ഞല്ലോ എന്ന് പറയും. അതെ, അത് ശരിയാണ്. ഞാൻ ഇങ്ങനെ എൻ്റെ മകളാവാനുള്ള എല്ലാ യോഗ്യതയും അവൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ അവൾക്ക് അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തത്. അവളിങ്ങനെ ഈ വീട്ടിലെ എല്ലാവരെയും നോക്കുന്ന രീതിയും അതുപോലെ തന്നെ ഈ വീട്ടിലെ എല്ലാ ജോലിയൊക്കെ ചെയ്യുന്നതും എല്ലാം കണ്ടിട്ട് തന്നെയാണ് ഞാൻ അവൾക്ക് അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തത്. അപ്പോൾ പിന്നെ ഞാൻ അവളെയും എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് അങ്ങ് കരുതാമെന്ന് വിചാരിച്ചു എന്ന് പറയും. അപ്പോൾ നിനക്ക് പെൺമക്കളില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ശിവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാലേന്ദ്രൻ മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഭാര്യയിൽ എൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന മക്കളാണ്. അത് അവർ ജനിക്കുന്നതിന് മുന്നേ എനിക്കറിയില്ലായിരുന്നല്ലോ. അവർ ജനിച്ചപ്പോഴല്ലേ പെൺമക്കളാണെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇതൊരു നല്ല കാര്യമല്ലേ, ഏതോ ഒരു അനാഥയായ കുട്ടീനെ ഞാനിങ്ങനെ എൻ്റെ മകളായിട്ട് കാണുന്നത് നല്ലൊരു കാര്യമല്ലേ. അതെന്താ നിങ്ങളുടെ കണ്ണിൽ എന്താ നല്ല കാര്യമായിട്ട് തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. എനിക്ക് പിറന്ന മകളല്ലെങ്കിലും ഏതോ ഒരു പുരുഷന് പിറന്ന മകൾ തന്നെയാണ്, എൻ്റേതല്ല. ഏതൊരു വഞ്ചകിയായ സ്ത്രീയാണ് അവളെ പ്രസവിച്ച് ഉപേക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ബാലേന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ശിവൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നീ നിൻ്റെ ഭാര്യയോടും മക്കളോടും കുടുംബത്തിലുള്ളവരോടൊക്കെ ഒന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് വേണ്ടേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനെന്ന് പറയും. ഞാൻ എല്ലാവരോടും ഇങ്ങനെ എൻ്റെ തീരുമാനം പറഞ്ഞതാണ് എന്ന് പറയും കേട്ടോ. ഇനി പലീനേനെ പറ്റി എന്തെങ്കിലും ഒരു കുറ്റം ഇവർക്ക് പറയാനുണ്ടോ, അതും കൂടെ ഒന്ന് അറിയണമല്ലോ, നിങ്ങളെന്തായാലും അതും കൂടെ ഒന്ന് ഇവരോട് ചോദിക്കുക എന്നൊക്കെ പറയും. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ രാവുണ്ണിമേനോൻ്റെ മക്കളല്ലേ, നിങ്ങൾ തന്നെ ചോദിക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ അതിലൊരുത്തം വന്നിട്ട് ഇങ്ങനെ ബബിതേനോട് ചോദിക്കാൻ നിൽക്കും. അപ്പോൾ ആദ്യം വൈജയനോട് ചോദിക്കുമെന്ന് പറയും. അപ്പോൾ വൈജയന്തി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അലീനയുടെ ഓവർ കെയറിങ്ങോ അതുപോലെ തന്നെ ഇത്രയും അടുക്കും ചിട്ടിയും ആഹാരത്തിന് ഇത്രയും രുചിയൊന്നും ഇഷ്ടമല്ല എന്നൊക്കെയാണ് കേട്ടോ മറുപടി പറയുന്നത്. അവളുടെ ഒരു കാര്യം എനിക്ക് ഇഷ്ടമല്ല, ഞാൻ എന്തിനാ പിന്നെ അവളെ സഹിക്കുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നീട് ബബിതേനോട് ചോദിക്കും. ബബിതയും പറയുന്നത് അലീനയുടെ ചില സമയത്തെ സ്വഭാവമൊന്നും അങ്ങനെ ബബിതയ്ക്ക് ഇഷ്ടാവുന്നില്ല, ഇറിറ്റേഷൻ ആവുന്നു എന്നൊക്കെയാട്ടോ പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീന നിന്നെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തതെന്ന്. അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ എന്തിനാ വെറുതെ സഹിക്കുന്നത്, അമ്മയ്ക്കും അവളെ ഇഷ്ടമല്ലല്ലോ എന്നൊക്കെയാട്ടോ ബബിത പറയുന്നത്. അത് കഴിഞ്ഞ് രോഹിത്തിനോട് ചോദിക്കും. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അവളെ കൊണ്ട് ഇങ്ങനെ ഉപകാരവും ഇല്ല ഉപദ്രവവും ഇല്ല എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് എന്താ അവളെ കൊണ്ട് ഒരു സഹായം ഉണ്ടായിട്ടില്ലേ, നീ ഇപ്പോൾ സെൻട്രൽ ജയിലിൽ കയറാതെ ഇവിടെ നിന്ന് സംസാരിക്കുന്നതിന് കാരണം അവളല്ലേ എന്ന് ചോദിക്കും. അപ്പോഴേക്കും വൈജയുടെ മുഖമൊക്കെ മാറി തുടങ്ങും കേട്ടോ. രോഹിത് ചെയ്ത പ്രവൃത്തി ആരോടും പറയാൻ പറ്റാത്തതാണല്ലോ, ഇനിയിപ്പോൾ ബാലേന്ദ്രനെ അതെങ്ങാനും വിളിച്ച് പറഞ്ഞാലോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം. പിന്നീട് രോഹിത് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അവളെ കൊണ്ട് സഹായവും ഇല്ല ഉപദ്രവവും ഇല്ല, അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ അമ്മയുടെ സമാധാനവും സന്തോഷമാണ് വലുത് എന്നൊക്കെയാണ് കേട്ടോ രോഹിത്തിൻ്റെ മറുപടി. പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും ഇങ്ങനെ ചീപ്പായിട്ട് കരുതുന്ന പോലെ ഞാൻ അവളെ കീപ്പായിട്ടല്ല വെച്ചിട്ടുള്ളത്, എൻ്റെ സ്വന്തം മകളായിട്ടാണ് ഞാൻ അവളെ ഇങ്ങനെ കാണുന്നതെന്ന് പറയും കേട്ടോ. അങ്ങനെ നിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം ഇവിടെ നടന്നാൽ പോരല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ രാജീവൻ ആ സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ, മതിയല്ലോ എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം ഇനി ഇവിടെ നടന്നാൽ മതി, അല്ലെങ്കിലും എൻ്റെ എന്ത് ഇഷ്ടമാണ് ഇങ്ങനെ വൈജി
ഇവിടെ സാധിപ്പിച്ച് തന്നിട്ടുള്ളതെന്ന് നിങ്ങൾ അവളോടൊന്ന് ചോദിച്ചു നോക്കുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എന്ത് ഇഷ്ടമാണ് ബാലേന്ദ്രൻ്റെ സാധിപ്പിച്ച് തരാത്തതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നീ പറയുമെന്ന് പറയുമ്പോൾ അങ്ങനെ എണ്ണി പറയാനൊന്നും ഞാനത് ഓർത്ത് വെച്ചിട്ടില്ല എന്ന് വൈജ പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് രോഹിത്തിനെ ഇങ്ങനെ ബിസിനസ് മാനേജ്മെൻറ്റിന് ചേർക്കാനായിരുന്നു താല്പര്യം, അവനും അതുതന്നെയായിരുന്നു താല്പര്യം. പക്ഷേ വൈജയുടെ ഇഷ്ടപ്രകാരം അവനെ ഇങ്ങനെ ഇലക്ട്രിക്കൽ മാനേജ്മെൻറ്റിനാണ് ചേർത്തത്. പിന്നീട് ബബിതേനെ എനിക്ക് മെഡിസിന് ചേർക്കാനായിരുന്നു താല്പര്യം, അവൾക്കും അതുതന്നെയായിരുന്നു താല്പര്യം. പക്ഷേ അതും വൈജയുടെ ഇഷ്ടപ്രകാരം ബബിതേനെ ഡിഗ്രി കോഴ്സിന് ചേർത്തു എന്ന് പറയുകയാണ് കേട്ടോ. നല്ല കോച്ചിങ് സെൻറ്ററൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്, എന്നിട്ടും വൈജയുടെ ഇഷ്ടപ്രകാരമാണ് അവളെ ഇങ്ങനെ ഡിഗ്രി കോഴ്സിന് ചേർത്തതെന്ന് പറയൂ കേട്ടോ. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, നിനക്കത് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ നീ ആ സമയത്ത് പറയണമായിരുന്നു എന്ന്, അന്ന് എനിക്ക് പറയാൻ സൗകര്യമില്ലായിരുന്നു എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, കൈതയ്ക്കൽ മാളിക വീട്ടിൽ അഹങ്കാരിയായ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കാനുള്ളതല്ല എൻ്റെ ജീവിതം എന്നും പറയുന്നുണ്ട്. ഇനി എന്തായാലും ഇതൊന്നും ഇവിടെ നടക്കില്ല, ഇനി ഇവിടെ ഏകാധിപത്യ ഭരണമാണ്, ഞാൻ ഭരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. രാജാവ് എന്നോ പ്രസിഡന്റ് എന്നോ നിങ്ങൾ എന്ത് വേണേലും കരുതിക്കോ, ഇനി ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ഇവിടെ നടക്കുകയുള്ളൂ, ഞാൻ തീരുമാനിക്കുന്നതാണ് ഇവിടെ, ഇനി അത് ഇഷ്ടപ്പെടാത്തവർക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാമെന്നും ബാലേന്ദ്രൻ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ടായിരുന്നേ. ബാലേന്ദ്രൻ ഇത്രയൊക്കെ പറഞ്ഞത് രാജീവന് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ രാജീവൻ വളരെ മോശമായിട്ടാണ് ബാലേന്ദ്രനോട് സംസാരിക്കുന്നത്. നിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അതെന്തായാലും ഭാര്യയും മക്കളുള്ള ഈ വീട്ടിൽ വേണ്ട, നിനക്ക് അവളെ കൂടെ പൊറപ്പിക്കണമെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിച്ചോ എന്നൊക്കെ അങ്ങ് പറയൂ കേട്ടോ. അത് കേൾക്കുന്നത് രാജീവിൻ്റെ കരണത്തൊരെണ്ണം അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. രാജീവിനെ അടി കിട്ടുന്ന സമയത്ത് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് രാജീവനോടാണെങ്കിലും ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ചലിക്കുന്ന നായെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അലീനേനെ ഇവിടുന്ന് പുറത്താക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുക, ഞാൻ അവളെ ഇവിടെ വിരുദ്ധമായിട്ട് താമസിപ്പിച്ച് ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് കേസ് കൊടുക്കുക എന്ന് പറയും. രാജീവനെ വീണ്ടും ഇങ്ങനെ ബാലേന്ദ്രനെ അടിക്കാനൊക്കെ പോകാൻ നിൽക്കുന്ന സമയത്ത് ശിവൻ പിടിച്ച് തടയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശിവനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനോട്, നീ ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണോ മക്കൾക്ക് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും ഇതെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് കയറി പോകും കേട്ടോ. എന്നിട്ട് ആ സ്റ്റെയറിൽ നിന്നിട്ട് വീണ്ടും തിരിഞ്ഞ് നിന്ന് അവരോട് പറയുന്നുണ്ടായിരുന്നു, ഇനി അലീനയുടെ പേരും പറഞ്ഞ് കൊല്ലപ്പള്ളിയിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് കയറി പോകരുത് എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അപ്പോൾ ഒത്തുതീർപ്പുണ്ടാക്കാൻ വന്നിട്ട് ഇതിപ്പോൾ ആകെ ഇങ്ങനെ പ്രശ്നം വഷളായ ആ ഒരു ഇതിൽ നിൽക്കുകയാണ് കേട്ടോ. ബാക്കി എല്ലാവരും താഴെ ബാലേന്ദ്രനോട് സംസാരിച്ച് കാര്യങ്ങൾ തീർക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ശിവൻ. പക്ഷേ ഇത് അങ്ങനെയൊന്നും തീരില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു ദേഷ്യത്തിലും ഇതിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നേ. വൈജയന്തിക്കാണെങ്കിലും നല്ല ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് രാജീവനാണെങ്കിലും കർണത്തടി കിട്ടിയല്ലോ, അപ്പോൾ അവളും ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതേ സമയം അലീനയാണെങ്കിൽ റൂമിൽ നല്ല ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രനെയാണെങ്കിലും കാണാനും ഇല്ലല്ലോ. എന്നിട്ട് ബാലേന്ദ്രൻ്റെ ഫോൺ എടുക്കുന്നുണ്ട്, ഫോൺ എടുത്തിട്ട് ലോക്കൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 100ലേക്കൊക്കെ വിളിക്കാൻ പറഞ്ഞു പോയതായിരുന്നല്ലോ. അപ്പോൾ ലോക്ക് തുറക്കുന്ന സമയത്താണ് ബാലേന്ദ്രൻ അവിടെ നിന്നിട്ട് അലീന അലീന എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അലീന ചെന്ന് ഡോറ് തുറക്കും. അപ്പോഴാണ് അലീനയ്ക്കൊന്ന് സമാധാനമാവുന്നത്. അപ്പോൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, വിചാരണ കഴിഞ്ഞു, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയും. അപ്പോഴേക്കും അലീനയാണെങ്കിൽ ബാലേന്ദ്രനെ അങ്ങ് കെട്ടിപ്പിടിക്കും കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും അലീനനെ അങ്ങ് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തി ആണെങ്കിലും എല്ലാവരോടും ദേഷ്യപ്പെടുകയാണ്, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സംസാരം, ഇതിനാണോ നിങ്ങളെല്ലാവരും കൂടി വന്നത്, ഇതൊന്നുമല്ലായിരുന്നല്ലോ കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എൻ്റെ ആങ്ങളമാർക്ക് തിണ്ണമെടുക്കിന് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവളെ അവിടുന്ന് വലിച്ച് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി, എന്താ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു വൈജയന്തിനോട്, ഇതിൽ കൂടുതൽ അവനോട് എന്ത് സംസാരിക്കാനാ, ബാലേന്ദ്രനെ അടിക്കാൻ പറ്റുമോ, ഞങ്ങൾക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും, തിരിച്ചടിക്കാൻ അറിയാഞ്ഞിട്ടൊന്നല്ല എന്നൊക്കെ രാജീവനും പറയുകയാണ്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നത് കൊണ്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത് അയാളുടെ വീടാണ്, അയാൾക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിക്കാണെങ്കിലും ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നേ. പിന്നീട് അത് കഴിഞ്ഞ് ശിവൻ പറയുന്നുണ്ടായിരുന്നു, നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം, ഞങ്ങൾ ഇതിന് പരിഹാരം കണ്ടിട്ടേ ഇവിടുന്ന് പോവുള്ളൂ, നമുക്ക് കേസിന് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. വൈജയനോട് കേസ് കൊടുക്കാനാണ് പറയുന്നത്. ബാലേന്ദ്രനാണെങ്കിലും ഒരു ഇങ്ങനെ ലൈംഗിക തൊഴിലാളിനെ വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിനുള്ളിൽ താമസിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രാവണ്യമാമൻ്റെ മക്കളിൽ ആരോ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, അത് നല്ലൊരു ഐഡിയ ആണെന്ന് പറയും കേട്ടോ. അപ്പോൾ കമല ചോദിക്കുന്നുണ്ടായിരുന്നു, മൈനു സൈൻ ചെയ്ത എഗ്രിമെൻറ്റ് പേപ്പർ അവർ
അവരുടെ കയ്യിലില്ലേ. ഇപ്പോൾ അമ്മേനോട് പോലീസ് വന്ന് ചോദിക്കുകയാണെങ്കിലും അമ്മ അങ്ങനെ അലീനേനെ പറ്റി മോശം അഭിപ്രായം പറയില്ലല്ലോ. മനുവിനോട് ചോദിച്ചാലും പറയില്ല, കൃഷ്ണമോളോട് ചോദിച്ചാലും പറയില്ല. അപ്പോൾ പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് അലീനയുടെ സ്വഭാവം നല്ലതല്ലാന്ന് ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അതിന് ആ കേസിന് വലിയതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ ശിവനാണെങ്കിലും വൈജയന്തിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കൃഷ്ണമോള് സ്കൂൾ വിട്ട് വരുന്നത് കേട്ടോ. കൃഷ്ണമോളാണെങ്കിലും മുറ്റത്തേക്ക് കയറുമ്പോൾ തന്നെ വണ്ടികളൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ടെൻഷനിൽ തന്നെയാണ് കേട്ടോ അകത്തേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ കൃഷ്ണമോള് കയറി വരുമ്പോൾ തന്നെ രാജീവൻ ആ മോള് സ്കൂളിൽ പോയതായിരുന്നു അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ അവരോടും ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും എണീച്ച് നിൽക്കുന്നത്, ഇരിക്കാൻ പാടില്ലായിരുന്നോ എന്ന്. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നതായിരുന്നു, ബാലേന്ദ്രനെ കണ്ടപ്പോൾ എണീറ്റതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾക്കാണെങ്കിൽ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നീട് അലീനനെ ഒന്ന് കാണണമായിരുന്നല്ലോ അവർക്ക്. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ വൈജയന്തി വിളിച്ചാൽ അലീന വരില്ല എന്നാട്ടോ വൈജയന്തി പറയുന്നത്. അപ്പം അതെന്താ അങ്ങനെയെന്ന് ചോദിക്കും. അതല്ലേ ഇവിടുത്തെ പ്രശ്നം. ബാലേന്ദ്രനാണെങ്കിൽ അവളെ ഇങ്ങനെ തള്ളക്കോഴി മക്കളെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മാതിരി പൊതിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ ഉണ്ണിയമ്മാവൻ ആരാണ് എന്നറിയില്ല, ഒരാൾ പറയുന്നുണ്ടായിരുന്നു ആര് വിളിച്ചാലാ പിന്നെ അവൾ വരിക എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ കൃഷ്ണമോളോട് വിളിച്ചു കൊണ്ടുവരാൻ പറയുകയാണ്. അലീനനെ ഞാൻ വിളിക്കുന്നുണ്ട് എന്ന് പറയുമെന്ന് പറയും. അപ്പോൾ എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഇവർക്കൊക്കെ അവളൊന്ന് കാണാനാന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ മുകളിലേക്ക് അങ്ങ് കയറി പോകും കേട്ടോ. വൈജയന്തി ആണെങ്കിലും ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ രാജീവനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടേ പോവുള്ളൂ എന്ന്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം മനുവിനോട് ബാലേന്ദ്രന് സത്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. മനു ആണെങ്കിലും കാര്യങ്ങൾ അറിയുന്ന സമയത്ത് ബാലേന്ദ്രനെ കയ്യിൽ പിടിച്ച് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് രേവതിക്കുട്ടിയാണെങ്കിലും മാമച്ചായനോടും ഗ്രേസമ്മേനോടൊക്കെ ബാലേന്ദ്രൻ സത്യം അറിഞ്ഞ കാര്യം പറയുകയാണ് കേട്ടോ. വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള കാര്യം അറിഞ്ഞതൊക്കെ അവരോട് പറയുന്നുണ്ട്. മനു ആണെങ്കിലും പിന്നീട് അലീനയോട് സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രൊമോയിൽ കാണിച്ചിട്ട്